നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let L1 be the line of intersection of the planes given by the equations so and so. L2 be the line passing through the point parallel to L1. At M denote the plane given by the equation. Suppose that the line L2 meets the plane M at point Q. R be the foot of the perpendicular drawn from P to the plane M. Which of the following statements these bar are true? ഇത് ആക്ച്വലി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ചോദ്യം തന്നെ, ലൈനും പ്ലെയിനും മിക്സ് ചെയ്തിട്ട്, പക്ഷേ ഇൻക്രെഡിബിളി ലെങ്തി. കാരണം അത്രമാത്രം കാൽക്കുലേഷൻ വർക്ക് ചെയ്യാനുണ്ടാവും. ഇത് ചെയ്യാനായിട്ട് കുത്തിയിരുന്നാൽ നമുക്ക് എന്താ ആൻസർ കിട്ടും. കെയർഫുൾ, നമ്മൾ എന്ത് ചെയ്യണം, മിസ്റ്റേക്കുകളൊന്നും ഉണ്ടാവരുത്. കാരണം ഇതിൽ ന്യൂമറിക്കൽ മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പ്ലസും മൈനസും മാറിപ്പോയാൽ തന്നെ തെറ്റിപ്പോയി. ഓക്കെ, കംപ്ലീറ്റ്ലി തെറ്റും. ഈവൻ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഡിറ്റർമിനൻ്റ് വാല്യുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ന്യൂമറിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ അരിത്തമാറ്റിക് ഓപ്പറേഷൻസിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തെറ്റ് കഴിഞ്ഞാൽ തെറ്റി. പക്ഷേ എന്താണ് റിയാലിറ്റി എന്താ വെച്ചാൽ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യനാണ്. നമ്മുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻസ്, രണ്ട് പ്ലെയിൻസ് തന്നിരിക്കുക. നമ്മളിൽ P1 ഇസ് ഈക്വൽ ടു അവർ തന്നിരിക്കുന്നത് 2x + 3y + z ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയിൻ ഉണ്ട്. ഓക്കെ, കറസ്പോണ്ടിങ്ങിൽ അതിൻ്റെ നോർമൽ എന്ന് പറഞ്ഞ സാധനം 2i + 3j + k ആണ്. റൈറ്റ്. രണ്ടാമതൊരു പ്ലെയിൻ P2 എന്ന് പറഞ്ഞ സാധനം x + 2y + z ഇസ് ഈക്വൽ ടു 5 ആണ്. ആൻഡ് അതിൻ്റെ നോർമൽ എന്ന് പറയുന്ന സാധനം i + 2j + k ആണ്. ഓക്കെ, ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കണേ, നമ്മളെ കയ്യിൽ N1 N2 വെക്ടേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ L എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസാണ്. അപ്പോൾ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തൊരു പ്ലെയിൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം, രണ്ട് പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്തൊരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്ലെയിനിലും ഉണ്ട്, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്ലെയിനിന്റെ നോർമലിനും പെർപെൻഡിക്കുലർ ആണ്, ഈ പ്ലെയിനിന്റെ നോർമലിനും എന്താണ്, പെർപെൻഡിക്കുലറാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിതിന് വളരെ എളുപ്പത്തിൽ കാര്യം കിട്ടും. നമുക്ക് വേണ്ട റിക്വയർഡ് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടണമെങ്കിൽ B1, നമ്മുടെ ലൈൻ എന്താ പറയുന്നത്, L1 എന്ന് പറഞ്ഞ ലൈൻ. അപ്പോൾ L1 എന്ന് പറഞ്ഞ ലൈനിന്റെ ഡയറക്ഷനുള്ള B1 വെക്ടർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, N1 × N2 ചെയ്താൽ മതി. വൈ? ബിക്കോസ് യുവർ L1 ലൈസ് ഇൻ ഫസ്റ്റ് പ്ലെയിൻ, L1 ലൈസ് ഇൻ ദ സെക്കൻഡ് പ്ലെയിൻ, L1 is perpendicular to the normal to the first plane, L2 is perpendicular to the normal to the first plane. അപ്പോൾ L1 is perpendicular to L1ന്റെ ഡയറക്ഷനുള്ള വെക്ടർ B1 വെക്ടർ is perpendicular to N1, B1 വെക്ടർ is perpendicular to N2. So B1 വെക്ടർ is in the direction of N1 × N2. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. I J K 2 3 1 1 2 1. അപ്പോൾ this is I into 3 - 2 minus j into 2 - 1 plus k into 4 - 3. നന്നായി കെയർഫുൾ ആയി ചെയ്യണം കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് വന്നാൽ കയ്യിൽ നിന്ന് പോയി സാധനം. ദിസ് ഇസ് I, പിന്നെ -j, പിന്നെ +k എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് യുവർ B1. ആൻഡ് ഓഫ് കോഴ്സ് B1 കണ്ടുപിടിച്ചിട്ട് L1 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. L1 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. പകരം L2 be a line passing through the point and parallel to L1. അപ്പോൾ L2 എന്ന് പറഞ്ഞ സാധനം എന്താണ്, B1 ആണ് അതിൻ്റെ എന്ത് ഡയറക്ഷൻ. അതുപോലെ ഒരു പോയിന്റ് P തന്നിട്ടുണ്ട്, എന്താണ് 2 - 1 3. അപ്പോൾ L2ന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. L2ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എഴുതാലോ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 2i - j + 3k + lambda ടൈംസ് i - j + k എന്ന് കിട്ടും. L2ന്റെ ഇക്വേഷൻ, ദിസ് ഇസ് ദി ഇക്വേഷൻ. അപ്പോൾ 2i - j + 3k + lambda into i - j + k എന്ന് കിട്ടി. ഇനി അവർ പറയണത് വെച്ചാൽ M denote the plane given by the equation. സപ്പോസ് M എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലെയിൻ ഉണ്ട്. ഈ M പ്ലെയിൻ്റെ ഇക്വേഷൻ പറയണത് എന്താണെന്ന് വെച്ചാൽ 2x + y - 2z is equal to 6. ഓക്കെ, സപ്പോസ് ദാറ്റ് ദ ലൈൻ L2 meets the plane M at the point Q. ഇനി ലൈനും പ്ലെയിനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ പോയിന്റ് P നമ്മൾ എന്ത് ചെയ്യാം, പാരാമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും അത്, 2 + lambda -1 - lambda 3 + lambda എന്ന് കിട്ടും. അപ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റ് ജനറൽ പോയിന്റ് ആണ്, L2 ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ P അല്ലല്ലോ, Q ആണ് കേട്ടോ. Q ആണ് നമ്മുടെ പോയിന്റ്. P ഓൾറെഡി തന്നിരിക്കുന്ന പോയിന്റ് ആണല്ലോ. ദിസ് ഈസ് അവർ പോയിന്റ് Q. ഇനി ആ Qവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ Q എമ്മിലെ പോയിന്റും കൂടിയാണ്. എമ്മിലെ പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 2 + lambda + -1 - lambda -2 × 3 + lambda is equal to 6 എന്ന് കിട്ടും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 + 2 lambda -1 - lambda -6 -2 lambda is equal to 6 എന്ന് കിട്ടും. അപ്പോൾ 2 lambda എല്ലാം ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. യുവർ lambda will come out to be
എനിക്ക് തോന്നണ ലാംഡ വിൽ ബി -3 -9 വരും. -9. നല്ല നമ്പർ ഒന്നും വന്നില്ല. 1 ഒക്കെ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 1 വന്നില്ല. -9 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. -2 ലാംഡ 2 ലാംഡ ക്യാൻസൽ ആയി പോയി, ലാംഡ അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് -3 ഉണ്ട്. ഓക്കെ, -9. -9 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിൻ്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -7, പിന്നെ 8, പിന്നെ -6 എന്ന് വരും. -7, 8, -6 കിട്ടി. കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ്? ആർ ബി ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം പി ടു ദ പ്ലെയിൻ എം. അതും നമ്മളതിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ഫോർമുല ഉണ്ട്, അത് യൂസ് ചെയ്യാം. അപ്പോൾ ആറിൻ്റെ കോർഡിനേറ്റ്സ് XYZ ആണെങ്കിൽ എക്സ് മൈനസ് അതേത് പോയിന്റാ? ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം പി ആണ്. അപ്പോൾ 2. അപ്പോൾ y മൈനസ് Z മൈനസ് ബൈ സംതിങ്. ആ പ്ലെയിനിൻ്റെ ഇത് എഴുതാൻ പോവാണ്. അത് ഏതൊക്കെയാ? 2, 1, -2. 2, 1, -2. കാരണം നമ്മുടെ എം എന്ന് പറഞ്ഞ പ്ലെയിൻ ഇവിടെ എഴുതി വയ്ക്കാം. 2x + y -2z = 6 ആണ്. നമ്മളെ പി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? 2, -1, 3. 2, -1, 3. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്താ കിട്ടാൻ പോണേ? 2, -1, 3. അപ്പോൾ 4, -1, -6 ഡിവൈഡഡ് ബൈ 2² + 1² + -2². ഇത് ഡയറക്റ്റ് ഫോർമുല കേട്ടോ. നമ്മൾ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചത്. x - 2/2 = y + 1/1 = z - 3/-2 = സബ്സ്റ്റിറ്റ്യൂട്ട് ദ പോയിന്റ് ഡിവൈഡ് ബൈ. നമുക്ക് അങ്ങനെ ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഇത് വരാൻ പോണത് ഇവിടെ -12 -13. അപ്പോൾ 9/9 വരും. ഇത് 1 ആണ് കിട്ടി. അവിടെയെങ്കിലും ഒരു ലാഭമായല്ലോ. സോ നമ്മളെ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് 4 ആണ്, y എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്, z എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, സോ അതിൽ നമ്മുടെ ആ പോയിന്റ് കിട്ടി. നമ്മുടെ പോയിന്റ് ആർ കെയിം ഔട്ട് ടു ബി 401. ഓക്കെ, ഇനി കഴിഞ്ഞില്ല. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇൻഫർമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യൻ കിടക്കുന്ന ഓപ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ 3 പോയിന്റ്സ് ആണ്. പി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? 2, -1, 3. 2, -1, 3. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? ക്യൂ ഇസ് -7, 8, 6. -7, 8, -6 അല്ല. ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഇസ് 401. ഓക്കെ, ബേസിക്കലി ഇതൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പി 2, -1, 3, ക്യൂ -7, 8, -6, ആർ 401. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് പി ക്യൂ, ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ക്യൂ ആർ, ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യൂ ആർ, അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ലൈൻ സെഗ്മെന്റ് പി ക്യൂ ആൻഡ് പി ആർ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2, -1, 3 കിട്ടിയിട്ടുണ്ട്. -7, 8, -6 വന്നിട്ടുണ്ട്. 401 വന്നിട്ടുണ്ട്. നമുക്കിനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ മോഡ് പി ക്യൂ നമുക്ക് കണ്ടുപിടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പി ക്യൂ വെക്ടർ തന്നെ കണ്ടുപിടിച്ച് വയ്ക്കാം. പി ക്യൂ വെക്ടർ, അപ്പോൾ പി ക്യൂ വെക്ടർ -9i, പിന്നെ +9j, പിന്നെ -9k ആണ്. ഓക്കെ, ക്യൂ ആർ വെക്ടർ കണ്ടുപിടിക്കുക. ക്യൂ ആർ വെക്ടർ എന്ന് പറഞ്ഞ സാധനം 2i + j - 2k. തെറ്റിട്ടോ, ക്യൂ ആർ എടുത്ത് തെറ്റിപ്പോ. ക്യൂ ആർ എന്ന് പറയുമ്പോൾ 11i, പിന്നെ 0 - 8, അപ്പം -8j + 7k. ഇനി പി ആർ വെക്ടർ ഇനി വേറെ കണ്ടുപിടിക്കേണ്ട കാര്യം, ഇത് രണ്ടും കൂടി മനസ്സിലായി ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് 2i + j - 2k വരും. ഇങ്ങനെ കിട്ടും. ഇനി ഓപ്ഷൻസ് ഓരോന്നോരോന്ന് നോക്കാം. ആദ്യം അവർ ചോദിക്കുന്നത് മോഡുലസ് ഓഫ് പി ക്യൂ വെക്ടർ ആണ്. മോഡുലസ് ഓഫ് പി ക്യൂ വെക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് പി ക്യൂ വെക്ടർ എന്ന് പറഞ്ഞ സാധനം √9² + 9² + 9². അപ്പോൾ
9√3 എന്നാണ് വരാൻ പോണത്. 9√3 ആണോ അവർ തന്നിരിക്കുന്നത്? കറക്റ്റാണ്. ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് QR നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് QR ഇസ് √121 + 64 + 49. അപ്പോൾ 170 234 √234 എന്ന് പറയുമ്പോൾ 26 3√26 അങ്ങനെയാണ് അവർ തന്നിരിക്കണേ. അല്ല, അത് തെറ്റാ. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്. അത് ക്രോസ് പ്രൊഡക്റ്റിലേക്ക് പോകേണ്ട വരാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കാം. PQയും PR തമ്മിലുള്ള ആംഗിൾ. PQയും ആണല്ലോ നമ്മുടെ PQയും PR തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാം. സോ D ആദ്യം ഞാൻ ചെയ്യാൻ പോണേ. കോസ് തീറ്റ വിൽ ബി PQയും PR തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പം മോഡുലസ് ഓഫ് -18 + 9 + 18 ഡിവൈഡഡ് ബൈ 9√3. പിന്നെ PR എന്ന് പറഞ്ഞ സാധനം 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 1/3√3 എന്ന് വരും. 1/3√3 1/3√3 ആണോ? അല്ല, 1/3√3 അല്ല എന്നിരിക്കണം. 1/2√3 ആണെന്നിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും ഇത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇത് എന്ത് ചെയ്യാം? സൈൻ തീറ്റയും കണ്ടുപിടിച്ച് വയ്ക്കാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? √27 അല്ലേ? അപ്പോൾ √26/√27. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ. അപ്പോൾ സിയിലേക്ക് വരാം. ഏരിയ എന്ന് പറയുമ്പോൾ ½ × PQ × PR × സൈൻ തീറ്റ. അപ്പോൾ ½ × PQ എന്ന് പറയുമ്പോൾ 9√3. PR ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് 3 ആണ്. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ √26 ഡിവൈഡഡ് ബൈ 3√3 എന്ന് വരും. അപ്പോൾ 3√3 ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ 9/2√26 9/2√26 √234 ടേമിലാണ് അവർ പറയണത്. ഒരു കാര്യം ചെയ്യാം, ഒരു 3 ഉള്ളിലേക്ക് പോവാം. 9 ആയിട്ടാണ് പോവാം. അപ്പോൾ 3/2 √9 × 26 234. അത് കറക്റ്റായി. 3/2 യെസ്. അപ്പോൾ എയും സിയും ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ആക്ച്വലി ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പണി ചെയ്യാനുണ്ട്.